നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താ നമ്മൾ ഈ കേൾക്കുന്നത് അല്ലേ? ഓരോ ദിവസം ഓരോ സാധനങ്ങൾ മാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, എന്നിട്ട് ഓരോരുത്തരെ കുറിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞ് അങ്ങോട്ട് ആടിയത് ഒരു ഒന്നാന്തരം ഒരു അടാറ് സാധനമാണ്. നമ്മുടെ മിനു കുര്യൻ എന്ന് പറയുന്ന മിനു മുനീർ എന്നാണ് ഇപ്പോൾ ഇവരുടെ പേര് കേട്ടോ. കാരണം ഇവർ പണ്ട് ജയസൂര്യയുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ചെന്നപ്പോഴത്തേക്ക് പിന്നിൽ നിന്നും പെട്ടെന്ന് ഒരാൾ വന്നു മിനു കുര്യനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു. തിരിഞ്ഞു നോക്കലും പിന്നെ മുഖത്ത്, അതായത് ചുണ്ടിൽ അങ്ങ് ചുംബിച്ചു എന്നാണ് പറയുന്നത്. അത് തള്ളിയിട്ടിട്ട് നേരെ ഓടി വന്ന് ജഗതി എടുത്ത് വന്നിരുന്നു. പിന്നീട് ഈ മിനു കുര്യൻ വെളിപ്പെടുത്തുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോയിങ് ബോയിങ് എന്ന സിനിമയിൽ നമ്മുടെ ജഗതി പുറത്തുകൂടെ നടക്കുന്ന പിടിച്ച ഒരു നീണ്ട കഥ എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ മുകേഷിനെ കുറിച്ച് പറയുന്നു, മണിയമ്പിള്ള രാജുവിനെ കുറിച്ച് പറയുന്നു, ഇടവേള ബാബുവിനെ കുറിച്ചിട്ട് പറയുന്നു. അങ്ങനെ ഓരോ ആൾക്കാർ ഈ മിനു കുര്യൻ്റെ ലിസ്റ്റിൽ ഇതൊന്നും ഒതുങ്ങത്തില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരാനുണ്ട്. പക്ഷേ ഈ മിനു കുര്യൻ ആരാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊന്ന് അറിയണമല്ലോ അല്ലേ? കാരണം ഈ മിനു കുര്യൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു ചെന്ന്. കാരണം ഇവരുടെ സിനിമകളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇവർ സിനിമ നടിയാണോ എന്ന് പോലും നമുക്കറിയില്ല. മലയാള സിനിമയിൽ WCC എന്ന് പറയുന്ന സംഘടനയിൽ അവർ വെളിപ്പെടുത്തിയിട്ടുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ വലിയ നടിമാരൊന്നും ഇതുവരെ പുറത്തു വന്നില്ല. കാരണം ഈ ഭാവന ആക്രമിക്കപ്പെട്ട സമയത്തും അല്ലെങ്കിൽ പാർവതി തിരുവോത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വെട്ടിത്തുറന്ന് സിനിമയിൽ നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ പറയുന്ന സ്ത്രീകളൊക്കെ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഏത് മാളത്തിലായിരുന്നു? ഇവർക്കൊക്കെ ഇപ്പോഴാണോ പൊങ്ങാൻ തോന്നിയത്? എന്നാലും ഞാൻ ഈ ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഈ രണ്ട് സ്ത്രീകളുണ്ടല്ലോ, അവരുടെ രണ്ട് സ്ത്രീകളുടെ പ്രൊഫൈല് നിങ്ങളൊന്ന് കാണണം. കാരണം 2009-ലും 2013-ലും ജയസൂര്യ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അതിനുശേഷം ഈ പറയുന്ന ജയസൂര്യയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ടും അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളതൊക്കെ പിക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഈ പറയുന്നതിനകത്തൊക്കെ ഒരു ദുരൂഹത ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ മിനു കുര്യൻ എന്ന് പറയുന്ന മിനു മുനീറിൻ്റെ ആ ഒരു ചെറിയ ലീലാവിലാസം ഒന്ന് കണ്ടിട്ട് എന്താണ് മിനു കുര്യൻ പറയുന്നത് കൂടെ ഒന്ന് കേൾക്കാം. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ, അതായത് NDTV-ലടക്കം മിനു കുര്യൻ സൂപ്പറാണെന്നല്ല, മിനു കുര്യൻ പൊളിച്ച് വേറെ ലെവലാ. ദേശീയ തലത്തിലേക്ക് തന്നെ മിനു കുര്യനെ ഇപ്പം ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോകാം. പൂട്ടുന്നതേ ഇവിടുത്തെ ഒരു ബിൽഡിങ്, ഇവിടുത്തെ ഒരു ഫ്ലാറ്റ് ഓണർ തന്നെ കേട്ടോ. അവിടെ തോന്നിവാസം അടിച്ചിട്ടുണ്ട്. ചെപ്പക്കുരിയാണ് കേട്ടോ. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിന്നാലോ. എന്നാ ഡാൻസ് കളിക്കണം ആ പിടിക്കല്ലേ? ആ ഓടിയുള്ളൂ. ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം. അവരുടെ ആക്ടിങ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ആള് ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടാ. ഈ മിനി കുര്യനായാലും പാർവതി സമ്പത്തായാലും ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും പുതിയ ഐറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം പിന്നിൽ ഒരു കഥയുണ്ടാകും. ആ കഥ മനസ്സിലാക്കാതെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ പ്രതികരിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നടൻ ജയസൂര്യയെ കുറിച്ചിട്ടും മുകേഷിനെ കുറിച്ചിട്ടും മണിയമ്പിള്ള രാജുവിനെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ മിനു കുര്യൻ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മിനു കുര്യൻ ഇപ്പം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല. ഇപ്പം ഈ മിനു കുര്യൻ എന്ന് പറഞ്ഞാൽ വലിയ സെലിബ്രിറ്റി ആയിട്ട് മാറിയിരിക്കുക. അതായത് NDTV-ൽ വരെ മിനു കുര്യൻ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മലയാള സിനിമ അവിടെ വരെ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അതും ഈ മിനു കുര്യനെ കൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് ചെറിയ കാര്യമൊന്നും അല്ല. എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം ബാക്കി. നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള്, ബിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകിന്ന് ഒരാൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. പുറകിന്ന് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുംബിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോവാം. അതായത് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം, ഒരു നല്ലൊരു നടനും കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു. പക്ഷെ ജഗതി ചേട്ടനുമായിട്ട് ഞാൻ നല്ല ഹി വാസ് വെരി ഡീസെന്റ് ആൻഡ് വെരി ജെന്യൂൻ ടു മീ. അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പോയി പറയാം. ഞാൻ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്നു കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോടൊരു കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തേലും നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു. ജയസൂര്യ
ജയസൂര്യാണ് പറയുന്ന അപ്രത്യക്ഷമായിട്ട് പറയുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടം. ആണുങ്ങളെ ഇനി ധാരാളം വരും. കാര്യം ഇതിന്റെ പുറകിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും. പൈസ അടിക്കാനുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെ ഒക്കെ എല്ലാവരും പുറത്തു വരും. പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ്. WCC ഒക്കെ പറഞ്ഞത് കറക്റ്റാണ്. അതിന് ക്ലിയർ ആയിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്ന് അറിയാം. തെറ്റ് ചെയ്യാത്തവർ പോലും ഇതിനകത്ത് പെടുത്തുമല്ലോ. പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ ഇനിയും മിനു കുര്യൻ എന്ന് പറയുന്ന മിനു മുനീറിന്റെ ജീവിതം ബാക്കി. ആദ്യ സിനിമയിൽ തന്നെ മിനു കുര്യൻ ഏറ്റത് വലിയൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവം. ജയസൂര്യ കയറി പിടിക്കുന്നു, ചുണ്ടത്ത് ചുംബിക്കുന്നു, അവിടുന്ന് ഇറങ്ങി ഓടുന്നു. പിന്നീട് ജയസൂര്യ വന്നിട്ട് പറയുന്നു, എനിക്കിവിടെ ഒരു തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, ഫ്ലാറ്റിൽ താമസിക്കാം. അതിനുശേഷമാണ് ഒരു നീണ്ട ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു നീണ്ട നിര തന്നെ ഇങ്ങനെ ഇട്ടുകൊടുക്കുക. കാരണം ആദ്യ സിനിമയിൽ അമ്മായിക്ക് പീഡനം ഏറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അമ്മായി ഈ സിനിമയ്ക്കകത്തോട്ട് പിന്നെയും ചെന്ന് വലിഞ്ഞു കയറിയെന്ന് കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ചില പൊരുത്തക്കേടുകളൊക്കെ അവിടെ തോന്നുന്നു. കാരണം ഒരു പ്രാവശ്യം അനുഭവപ്പെട്ടു, 2 പ്രാവശ്യം അനുഭവപ്പെട്ടു, 3-ാമത്തെ പ്രാവശ്യം അനുഭവപ്പെടുമ്പോൾ 4-ാമത്തെ പ്രാവശ്യമെങ്കിലും പ്രതികരിക്കണ്ടേ? അതല്ലേ വേണ്ടത്? ഏതായാലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങളുടെ വലിയൊരു സപ്പോർട്ടും പിന്തുണ ഇവർക്കുള്ളത് കൊണ്ട് ഇവർക്ക് എന്തും വിളിച്ചു പറയാന്നുള്ള. ഇപ്പൊ മണിയമ്പുള്ള രാജു പറഞ്ഞ കണക്ക് അന്വേഷിക്കണം, കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. ആ അന്വേഷണം നടത്തിയിട്ട് ഈ പറയുന്ന വ്യക്തികളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്നുണ്ടെങ്കിൽ നിയമപരമായ രീതിയിൽ മാതൃകപരമായിട്ട് ഇവരെയൊക്കെ ശിക്ഷിക്കണം. മറിച്ച് ഇവരെ കുറിച്ചിട്ട് അപവാദമാണ് ഈ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഈ പറയുന്ന ആൾക്കാരും ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. എന്തായാലും ഇരയാക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനകത്ത് ഒരു സംശയമില്ല. മലയാളികൾ ഒരിക്കലും അവർ അനീതിക്കെതിരെ ശബ്ദിക്കുന്നവരാണ്. എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയെ നിങ്ങളുടെയൊക്കെ സ്വന്തം